നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് റിലാക്സ്ഡ് ആയിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഛാന്തോക്യ ഉപനിഷത്തിലെ 4-ാം അധ്യായത്തിലെ 17-ാമത്തെ ഖണ്ഡമാണ് ഇന്ന് വായിക്കാൻ പോകുന്നത്. ബ്രാഹ്മണ പുരോഹിതൻ യജ്ഞത്തിലെ കുറവുകളെ എങ്ങനെ പരിഹരിക്കുന്നു, ഇതാണ് തീം. 1-ാമത്തെ ശ്ലോകം. പ്രജാപതിർ ലോകാൻ അഭ്യതപതേഷാം തപ്യമാനാനാം രസാൻ പ്രാവഹ അഗ്നിം പൃഥിവ്യാ വായുമന്തരിക്ഷാദിത്യം ദിവ. പ്രജാപതി ലോകങ്ങളെ കുറിച്ച് പരിചിന്തനം നടത്തി. അവയെപ്പറ്റി വിചിന്തനം ചെയ്യുമ്പോൾ അദ്ദേഹം അവയുടെ സത്തകൾ എടുത്തു. ഭൂമിയിൽ നിന്നും അഗ്നി, അന്തരീക്ഷത്തിൽ നിന്നും വായു, ആകാശത്തിൽ നിന്നും സൂര്യൻ. 2-ാമത്തെ ശ്ലോകം. സ ഏതാസ്തിസ്രോ ദേവത അഭ്യതപത്താസാം തപമാനാനാം രസാൻ പ്രാവൃതഗ്നേർത്രയോ വായോർയജൂംഷി ആദിത്യാത്. ആ 3 ദേവതകളെ കുറിച്ചും അദ്ദേഹം വിചിന്തനം നടത്തി. അവയെപ്പറ്റി വിചിന്തനം ചെയ്യുമ്പോൾ അവയുടെ സത്തകൾ അദ്ദേഹം എടുത്തു. ഋഗ്വേദങ്ങൾ അഗ്നിയിൽ നിന്നും, വായുവിൽ നിന്നും യജസ്സുക്കൾ, സൂര്യനിൽ നിന്നും സാമമന്ത്രങ്ങൾ. 3-ാമത്തത്. സ ഏതാം ത്രയീം തസ്യാ തപ്യമാനായ രസാൻ പ്രാവൃഹത് ഭരിത്യഭ്യോ ഭൂരിതി പ്രജുർഭ്യ സവരിതി സാമഭ്യ. ഈ 3 അറിവുകളെ കുറിച്ച് അദ്ദേഹം പരിചിന്തനം നടത്തി. അവയെപ്പറ്റി വിചിന്തനം നടത്തുമ്പോൾ അവയുടെ സത്തകൾ എടുത്തു. ഋഗ്വേദത്തിൽ നിന്നും ഭൂർ, യജസ്സിൽ നിന്നും ഭുവന്മാർ, സാമമന്ത്രങ്ങളിൽ നിന്ന് സ്വർ. ഏതദ്യുക്തോ ഋഷ്യേദ്ഭ സ്വാഹേതി ഗാർഹപത്യേ ജുഹുയാദൃജോമേവ തദ്രസേനർച്ചാ വീവപാർച്ചാ യജ്ഞസ്യ വിരിഷ്ടം
സന്തധാതി. ഋഗ്വേദ വരികളിൽ ബന്ധപ്പെട്ട ക്ഷതം സംഭവിക്കുകയാണെങ്കിൽ അവൻ ഗാർഹപത്യ അഗ്നിയിൽ, അതായത് ഗൃഹസ്ഥന്റെ അഗ്നിയിൽ ഭൂഹു സ്വാഹ എന്ന വാക്കുകളുടെ അർപ്പണം ചെയ്യണം. അങ്ങനെ ഋഗ്വേദ സൂക്തങ്ങളിലെ സത്ത ഉപയോഗിച്ച് ഋഗ്വേദ സൂക്തങ്ങളുടെ ശക്തിയാൽ അവൻ ആ യജ്ഞത്തിൽ ഋഗ്വേദ സൂക്തങ്ങൾക്ക് സംഭവിച്ച ക്ഷതത്തെ പരിഹരിക്കുന്നു. 5. അഥ യതി യജുഷ്ടോ ഋഷ്യേതഭവ സ്വാഹേരി ദക്ഷിണാഗ്നൗ ജുഹുയാദ്യജുമാവേവ തദ്രസേന യജുഷാ വീര്യേണ യജുഷാം യജ്ഞസ്യ വിരിഷ്ടം സന്തധാതി. അതുകൂടാതെ യജസ് മന്ത്രങ്ങളിൽ ക്ഷതം സംഭവിക്കുകയാണെങ്കിൽ ഒരുവൻ ദക്ഷിണാഗ്നിയിൽ, അതായത് തെക്കുള്ള അഗ്നിയിൽ ഭുവഹ സ്വാഹ എന്ന് ചൊല്ലി അർപ്പണം ചെയ്യണം. അങ്ങനെ യജുസ് മന്ത്രങ്ങളുടെ സത്ത ഉപയോഗിച്ച് യജുസ് മന്ത്രങ്ങളുടെ ശക്തിയാൽ യജ്ഞത്തിൽ സംഭവിച്ച ക്ഷതം പരിഹരിക്കുന്നു. 6. അഥ യതി സാമതോ ഋഷ്യേസ്വ സ്വാഹേത്യാഹനവനീയേ ജുഹുയാത്സാനാമേവ തദ്രസേന സാംനാം വീര്യേണ സാംനാം യജ്ഞസ്യ വിരിഷ്ടം സന്തധാതി. അതുകൂടാതെ സാമമന്ത്രങ്ങളിൽ ക്ഷതം സംഭവിക്കുകയാണെങ്കിൽ ഒരുവൻ അഹാവാനീയ കിഴക്കുള്ള അഗ്നിയിൽ സ്വസ്വാഹ എന്ന് ചൊല്ലി അർപ്പണം ചെയ്യണം. അങ്ങനെ സാമമന്ത്രങ്ങളുടെ സത്ത ഉപയോഗിച്ച് സാമമന്ത്രങ്ങളുടെ ശക്തിയോടെ സാമമന്ത്രങ്ങളുടെ ക്ഷതങ്ങൾ പരിഹരിക്കുന്നു. 7. തദ്യഥാ ലവണേന സുവർണം സന്തധ്യാത് സുവർണേന രജതം രജതേന ഋപുണ സീസേന ലോഹം ലോഹേന ദാസദാസചർമ്മണ ഏവമേഷാം ലോകാനാമാസാം ദേവതാനാമസ്യാസ്ത്രയ്യാ വിദ്യായ വീര്യേണ യജ്ഞസ്യ വിരിഷ്ടം സന്തധാതി ഭേഷജഘൃതോ വാ ഏഷ യജ്ഞോ യത്രൈവം വിദ്വഹ്യാ ഭവതി. അതുകൊണ്ട് ഒരുവൻ സ്വർണം ബൊറോക്സ് ഉപ്പുമായി, വെള്ളി സ്വർണമായി, ടിൻ വെള്ളിയുമായി, പിച്ചള ഈയവുമായി, മരം ഈയമോ ലെതറുമായോ അതുപോലെ ആണ് ഈ ലോകങ്ങളുടെ ശക്തി, ദിവ്യതയുടെ ശക്തി. ആ 3 ജ്ഞാനവുമായി ഒരുവൻ യജ്ഞത്തിൽ ക്ഷതം മാറ്റുന്നത്. ശരിക്കും ആ യജ്ഞം ഉണക്കപ്പെടുന്നു. ഇതറിയുന്ന ബ്രാഹ്മണ പുരോഹിതൻ ഉണ്ടെങ്കിൽ ഏഷഹ വാ ഉദഗത് പ്രാണോ യജ്ഞോ യത്രേവം വിദ്വം ബ്രഹ്മ ഭവത്യേവം വിധം വാ ഏഷാ ബ്രഹ്മാണമനു ഗഥാ യതോ യത ആവർത്തതേ തത്തത് ഗച്ഛതി. ശരിക്കും തെക്കോട്ട് തിരിഞ്ഞിട്ടുള്ള യജ്ഞം അതിൽ അറിയുന്ന ഒരു ബ്രാഹ്മണ പുരോഹിതൻ ഉണ്ടെങ്കിൽ, ശരിക്കും ഇതറിയുന്ന ഒരു ബ്രാഹ്മണ പുരോഹിതനെ കുറിച്ച് ഒരു ഗാനമുണ്ട്. അവൻ ഏത് ദിക്കിൽ തിരിഞ്ഞാലും ആ ദിശയിൽ തന്നെ സാധാരണ മനുഷ്യനും ബ്രാഹ്മണ പുരോഹിതൻ മാത്രം സംരക്ഷിക്കുന്നു. യജ്ഞം ചെയ്യുന്നവർ നായെ പോലെയാണ്. ശരിക്കും ഇതറിയുന്ന ബ്രാഹ്മണ പുരോഹിതൻ യജ്ഞത്തെ സംരക്ഷിക്കുന്നു, എല്ലാ പുരോഹിതന്മാരെയും സംരക്ഷിക്കുന്നു. അതുകൊണ്ട് ഇതറിയുന്ന ആളെ ബ്രാഹ്മണ പുരോഹിതൻ ആക്കണം. ഇതറിയാതെ അഭിനയിക്കുന്നവനെ അല്ല. അപ്പോൾ പൗരോഹിത്യത്തിനെ കുറിച്ച്, പ്രീസ്റ്റ്ഹുഡിനെ കുറിച്ചിട്ടുള്ള വർണ്ണനയാണ് ഇവിടെ ഛാന്തോക്യ ഉപനിഷത്ത് നടത്തുന്നത്. നമ്മൾ യജ്ഞങ്ങൾ നടത്തുന്നത് കണ്ടിട്ടുണ്ട്. ഭൂഹ് സ്വാഹ, ഭൂഹ സ്വാഹ, സ്വഹ സ്വാഹ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് അർപ്പിക്കുന്നത് എന്താണ്, ആർക്കാണ് എന്നുള്ളത് അറിയണം എന്നാണ് പറയുന്നത്. ഈ എസൻസ് അറിയാതെ പുറമേ മാത്രം ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ പുരോഹിതനെ കൊണ്ട് പ്രയോജനമില്ല എന്നാണ് ഛാന്തോക്യ ഉപനിഷത്ത് പറയുന്നത്. ഇത്ര അറിയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരുപാട് യജ്ഞങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. തീയിലേക്ക് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. ചില പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവും. അതിൽ നിന്നും ഉണ്ടാവുന്ന ഉത്തരങ്ങൾ അത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള യജ്ഞങ്ങളല്ല. പല മെറ്റീരിയൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടി മാത്രം നടത്തുന്ന യജ്ഞങ്ങൾ. ശരിക്കും യജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള സ്വാർത്ഥത, സെൽഫിഷ്നെസ് കൊണ്ട് ഉണ്ടായിട്ടുള്ള സംസ്കാരങ്ങൾ ഇല്ലായ്മ ചെയ്യാനാണ് യജ്ഞം. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു, യജ്ഞത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അഗ്നി ദഹിപ്പിച്ചു കളയുന്നവരുന്നു. അത് കർമ്മങ്ങളെല്ലാം, സംസ്കാരങ്ങളെ ദഹിപ്പിച്ചു കളയുന്നു. യജ്ഞം എന്ന് പറഞ്ഞാൽ സാക്രിഫൈസ് ആണ്.
എപ്പോഴും യജ്ഞഭാവത്തിൽ ചെയ്യും. കാരണം യജ്ഞ സമയത്ത് ബ്രഹ്മമാണ് അവിടെ ഉള്ളത്. എന്ത് ചെയ്യുമ്പോഴും ബ്രഹ്മമാണ്, ഈശ്വരനാണ് അവിടെ ഉള്ളത്. അപ്പൊ കർമ്മങ്ങളെല്ലാം ബ്രഹ്മത്തിൽ നിന്നാണ് വരുന്നത്, ഈശ്വരനിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ ഈശ്വര ഭാവനയിൽ യോഗയുക്തനായിട്ട് ഈ സമർപ്പിച്ചിട്ട് ചെയ്യണം. കാരണം അല്ലെങ്കിൽ ഇവിടെ കർമ്മഫലങ്ങൾ ഉണ്ടാവും. ഇത് നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യാനാണ് ഈ യജ്ഞങ്ങൾ. പുറമേയുള്ള എല്ലാ കർമ്മങ്ങളും ശരിക്കും യജ്ഞങ്ങളാണ്. നമ്മൾ കുടുംബം നോക്കുന്നത് യജ്ഞമാണ്, ത്യാഗബോധത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് യജ്ഞമാണ്. അതുപോലെ ഫാമിലി സൊസൈറ്റിക്ക് വേണ്ടി ഇറക്കുമ്പോൾ അത് യജ്ഞമാണ്. രാജ്യത്തിന് വേണ്ടി വരയ്ക്കുമ്പോൾ യജ്ഞമാണ്. ഇതിനേക്കാളും ഉപരി നമ്മൾ നമ്മുടെ ശരീരം നിസ്വാർത്ഥമായിട്ട് സംരക്ഷിക്കുമ്പോൾ അത് യജ്ഞമാണ്. നമ്മുടെ മനസ്സിനെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ, സ്വാർത്ഥതയിലേക്ക് വീഴാതെ സംരക്ഷിക്കുമ്പോൾ അതും യജ്ഞമാണ്. അപ്പൊ സഹജമാർഗം ഹാർട്ട്ഫുൾനെസ് സിസ്റ്റം യജ്ഞത്തിന്റെ കോറിലേക്ക് പോകുന്നു. യജ്ഞത്തിന്റെ പല ലെവൽസാണ് സഹജമാർഗത്തിൽ. എന്തിനാണ് നമ്മൾ യജ്ഞം ചെയ്യുന്നത്? കാരണം ഈശ്വരന്റെ സ്വഭാവമാണ് യജ്ഞം. ഈശ്വരൻ അദ്ദേഹത്തിന്റെ സർവ്വവ്യാപിത്വം വിട്ടിട്ട് ഈ ഭൂമിയിൽ നമ്മുടെ കൂടെ ജീവിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ശരീരത്തിൽ ജീവിക്കാൻ തയ്യാറായിരിക്കും, ഒരു മാസ്റ്റർ രൂപത്തിൽ ജീവിക്കാൻ തയ്യാറായിരിക്കും. സാക്രിഫൈസിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം. അങ്ങനെ വന്നില്ലെങ്കിൽ അതിന് പൂർണ്ണതയെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അത് നമ്മൾ നമ്മുടെ ജീവിതത്തെ എമുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് എമുലേറ്റ് ചെയ്യേണ്ടത്? ആദ്യം എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം നടത്തണം. നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള സംസ്കാരങ്ങളെ നമ്മൾ ശുദ്ധീകരിക്കണം. അതാണ് സഹജമാർഗത്തിന്റെ ഒരു സ്റ്റെപ്പ്. അതിന് ഉപയോഗിക്കുന്നത് എന്താണ്? ഈശ്വരൻ തരുന്ന സ്നേഹം തന്നെ. പ്രാണസ്യ പ്രാണനാണ് ഹൃദയത്തിന് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നത്. ശുദ്ധീകരണം കഴിഞ്ഞ് മെഡിറ്റേഷൻ ഇരിക്കും. മെഡിറ്റേഷൻ വരുമ്പോൾ ചിന്തകളെ അവഗണിക്കുക എന്ന് പറയും. അപ്പൊ നമ്മുടേതായ ചിന്തകളെ അവഗണിക്കുന്നത് യജ്ഞമാണ്. ഈശ്വരന്റെ ചിന്ത മാത്രം ഇവിടെ വരാൻ പാടും, അത് യജ്ഞം. അപ്പൊ ആദ്യം പ്യൂരിഫിക്കേഷൻ. നമ്മൾ സംസ്കാരങ്ങൾ മോശമായിട്ടല്ല, അതിനെ പ്യൂരിഫൈ ചെയ്യണം. പലപ്പോഴും ഈ സംസ്കാരങ്ങൾ വിട്ടിട്ട് ഓടുക, വൈരാഗ്യം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതല്ല വൈരാഗ്യം. സംസ്കാരങ്ങൾ പ്യൂരിഫൈ ചെയ്തിട്ട് ലോകത്തിലെ പുതിയൊരു വെളിച്ചത്തിൽ കാണുന്നതാണ് ശരിക്കും ശുദ്ധീകരണം. അതിനുശേഷം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഈശ്വര ചിന്തയോട് കൂടിയിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും. നമ്മുടെ ഈ ചിന്തകൾ അവഗണിക്കുമ്പോൾ ഈശ്വര ചിന്ത കടന്നു, ഈ ചിന്തകൾ പ്യൂരിഫൈഡ് ആവും. നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ചിന്തകൾ ഉപയോഗിച്ചിട്ടാണ് ആ ചിന്തകൾ പ്യൂരിഫൈഡ് ആവും. ഇനി അത് കഴിഞ്ഞ് വാക്ക് പറയുമ്പോഴും വാക്കും പ്യൂരിഫൈഡ് ആവും. ചിന്ത പ്യൂരിഫൈഡ് ആകുമ്പോൾ വാക്ക് പ്യൂരിഫൈഡ് ആവും. ഈശ്വരന്റെ വാക്ക് വരുന്ന പോലെ ആയിരിക്കണം നമ്മുടെ സംഭാഷണം എന്നാണ് ലാലാജി മഹാരാജ് പറഞ്ഞത്. പ്രവർത്തിക്കുമ്പോഴോ നിരന്തര സ്മരണയിൽ എങ്ങനെയാണോ ബ്രഹ്മം ഈശ്വരൻ പ്രവർത്തിക്കുന്നത് അതുപോലെ പ്രവർത്തിക്കണം. അതിന്റെ ഉദാഹരണമാണ് നമ്മുടെ മാസ്റ്റർ, ലിവിങ് മാസ്റ്റർ. ആ ലിവിങ് മാസ്റ്റർ എമുലേറ്റ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ആക്ഷൻസിനാണ്, വാക്കുകളും പ്രവൃത്തികളും. ഇനി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഫലങ്ങൾ ലഭിക്കുന്നു. ആ ഫലങ്ങളെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. എല്ലാം നല്ലതാണ്, അത് ആക്സെപ്റ്റ് ചെയ്യാം. റിസൾട്ട്സ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം. ഫലങ്ങളെ നമ്മൾ ത്യജിക്കുക എന്ന് പറയുന്നേക്കാൾ എളുപ്പം ഫലങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എളുപ്പം. ആക്സെപ്റ്റ് ചെയ്യുക, എല്ലാം നമ്മളിൽ ആവശ്യമുള്ള, ഇവിടെ മോശമായിട്ട് ഒരു കാര്യമില്ല എന്ന് ആക്സെപ്റ്റ് ചെയ്യുക. പിന്നെയും നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ യജ്ഞമായിട്ട് മാറും. അങ്ങനെ ആന്തരികമായിട്ടുള്ള യജ്ഞം നടത്താത്തത് കൊണ്ടാണ് പുറമേ ഇങ്ങനെ തരത്തിലുള്ള യജ്ഞങ്ങൾ വേണം എന്നുള്ളത് ഉപനിഷത്തുകൾ പറയുന്നു. പക്ഷെ ഈ എസൻസ് അറിയാതെ പുറമേ തീയിലേക്ക് ഓരോന്ന് ഇട്ടിട്ട് നമ്മുടെ സമ്പാദ്യത്തിന് വേണ്ടി എനിക്ക് നന്നാവണം എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രീസ്ലി ക്ലാസ് മാത്രം നിലനിർത്തണം എന്നുള്ള ചിന്തയിൽ നിൽക്കുമ്പോൾ അത് യജ്ഞമാണോ? അത് ചാന്തോക്യോപനിഷത്ത് നമ്മളോട് ക്വസ്റ്റ്യൻ ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.